എല്ലാവർക്കും നമസ്കാരം. വീട്ടമ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. നല്ല പച്ചത്തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു ചെമ്മീൻ കറി. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെമ്മീൻ. ആദ്യം നമുക്ക് ചെമ്മീൻ നന്നാക്കി എടുക്കാം. ഇതിൻ്റെ തല ആദ്യം കളയുക. അതിനുശേഷം ഇതിൻ്റെ തോട് ഇതുപോലെ അങ്ങനെ പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും. അതിനുശേഷം ഈ വാലിങ്ങനെ നീക്കം ചെയ്താൽ ക്ലീനാണ്. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ നല്ലതുപോലെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും വിനാഗിരിയും ചേർത്ത് 3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തത്. ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇപ്പോൾ ഇതൊരു 800 ഗ്രാമിൻ്റെ അടുത്ത് കാണും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തക്കാളി, സബോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കുടംപുളി, വേപ്പില, തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പെരുംജീരകം, ഉലുവ, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, വെളുത്തുള്ളി, ചുവന്നുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 ചെറിയുള്ളി, ഒരു 8 വെളുത്തുള്ളി. അത്രയാണ് ഞാൻ ചേർത്തത്. ഇതിലേക്ക് സവാള കൂടി ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാം. ഈ നന്നായിട്ട് കുറച്ച് വെക്കണേ, പൊടി കരിഞ്ഞു പോകും. ആദ്യം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് സൂക്ഷിച്ച് ഇളക്കിയെടുക്കണം. പൊടി കരിഞ്ഞാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരപ്പിനുള്ള കൂട്ട് വഴറ്റി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാണ്. അതോടൊപ്പം ഒരു ചെറിയ സ്പൂൺ പെരുംജീരകവും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി ഭാഗം, ഒരു തേങ്ങയുടെ 1/4 ഭാഗമാണ് ചേർക്കണുള്ളൂ. നമുക്കിതിലധികം തേങ്ങയുടെ ആവശ്യമില്ല. അതുകൂടി ചേർക്കണം. നമുക്കിതിലേക്ക്
ഇത് അരിയുവാനുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട, നല്ലവണ്ണം അരച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. എപ്പോഴും ചെമ്മീൻ കറി, മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുക. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ രുചി. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം, തക്കാളി ചേർക്കാം, 2 തണ്ട് കറിവേപ്പില, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി. ഇത് ഇവിടെ എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ കുടംപുളിയാണ്, നല്ല പുളിയാണ്. അതുകൊണ്ട് ഒരു ചെറിയ ചുള ചേർക്കുന്നുള്ളൂ. ഒന്ന് വഴറ്റിയെടുക്കാം. പുളി അധികം ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി മാത്രം ചേർത്താലും മതിയാകും. തക്കാളി ചെറുതായി ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് ഇളക്കിയെടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ അരപ്പിട്ടു. ഞാനതിൻ്റെ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കാം. നമ്മളിപ്പോൾ ഇതിൽ അരപ്പ് നല്ലോണം മിക്സാക്കി ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളമാണ് ഇതിലേക്ക് ഇപ്പം ചേർത്തത്. നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് തിളച്ച് ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെമ്മീൻ അധികം വെന്ത് പോകരുത്. അധികം വെന്തിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ആയിപ്പോകും. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവ് ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കും. ഇതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ തിളന്ന് നിന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരല്പം വേപ്പിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ തളയൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഉപയോഗിക്കാം. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.